2014 സഞ്ജു സാംസൺ ഇംഗ്ലണ്ട് ODI സീരീസിൽ ധോണിയുടെ അണ്ടറിലെ സെലക്ഷൻ കിട്ടിയപ്പോൾ മുതൽ നമ്മൾ മലയാളികൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് ഇതല്ലേ. 12 വർഷത്തിന് ശേഷം ആ ഒരു മൊമെന്റ് എത്തി. സഞ്ജു ഒറ്റയ്ക്ക് ഇന്ത്യയെ ഒരു നോക്കൗട്ട് ഗെയിം ICC ഇവന്റിൽ ജയിപ്പിച്ചിരിക്കുകയാണ്. ഹാപ്പിനെസ് ഓവർലോഡ് അല്ലെ. ഡിറ്റർമിൻഡ് ആണ്. നമുക്ക് അറിയാം 50 കഴിഞ്ഞിട്ട് നേരെ ചെന്ന് സഞ്ജു ചെയ്തത് ഗാർഡ് എടുക്കുകയാണ് വീണ്ടും ചെയ്തത്. തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ഒരു 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 ചാൻസ് പോലും, ഒരു സിംഗിൾ ചാൻസ് കൊടുക്കാത്തൊരു ഇന്നിങ്സ് നമ്മൾ ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സഞ്ജു സാംസൺ 3 സെഞ്ചുറി അടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഇന്നിങ്സ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ. ഒരു തരത്തിലും ഒരു റിസ്കി പിന്നെ ഷോട്ട് കളിക്കാതെ, ഒരു കുഞ്ഞ് ചാൻസ് പോലും ഒപ്പോസിഷന് കൊടുക്കാതെ അൺബിലീവബിൾ ഇന്നിങ്സ് അല്ലെ. നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഇന്നിങ്സ് ഒറ്റയ്ക്ക് ഇന്ത്യ ജയിപ്പിച്ചതാണ്. ഓവറോൾ കളിയിലോട്ട് വരുമ്പോഴത്തേക്ക് വെസ്റ്റ് ഇൻഡീസ് ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണിയാണ്. ഭാഗ്യത്തിന് പക്ഷെ സൂര്യകുമാർ യാദവ് പിന്നെ ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. 200-നുള്ളിൽ അവരെ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്തു അല്ലെ. പിന്നെ അപ്പൊ അത് ഇന്ത്യക്ക് ഒരുപാട് ഗുണം ചെയ്തു. ഹർഷദീപ് സിംഗിന്റെ 19ാമത്തെ ഓവറും ബുംറയുടെ ഫിനിഷും ഒക്കെ ആയപ്പോഴത്തേക്ക് എന്തായാലും അവര് 200-നുള്ളിൽ തന്നെ അങ്ങ് നിന്നു. പിന്നെ ഇത് ഇന്ത്യയുടെ ഗെയിം ആയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ് അല്ലെ. പിന്നെ കാര്യം ക്യാച്ച് ഡ്രോപ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 3 ക്യാച്ച് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. ഒരു റൺഔട്ട് ചാൻസ് മിസ് ചെയ്തു. അപ്പം ഇത് സെമി ഫൈനൽ പോലൊരു ഒരു വലിയ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഫൈനൽ പോലൊരു വലിയ സ്റ്റേജിൽ ഇതിലും ബെറ്റർ ഒപ്പോസിഷൻ വരുമ്പോഴത്തേക്ക്, ഇപ്പൊ നമുക്കറിയാം അപ്പുറത്തുള്ളത് സൗത്ത് ആഫ്രിക്കയും പിന്നെ ന്യൂസിലൻഡും ഇംഗ്ലണ്ടും. അപ്പൊ ഈ 3 ടീമിനെതിരെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കോസ്റ്റ്ലി ആവാൻ ചാൻസ് ഉണ്ട്. എനിവേ പിന്നെ 2016 നമ്മൾ പകരം വീട്ടി. ഇനി 2022